Hello, welcome to Anup Tube. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് എന്താണ് ജനറിക് പ്രോഗ്രാമിംഗ്, നമുക്ക് എപ്പോഴാണ് ഈ ജനറിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യേണ്ടി വരുന്നത്, എന്താണ് അതിനോടുള്ള ബെനിഫിറ്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എപ്പോഴാണ് ഈ ജനറിക് പ്രോഗ്രാമിംഗ് യൂസേജ് വരുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഞാനൊരു ആഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. അതിലോട്ട് 2 ഇൻറ്റിജർ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സം 30 എന്ന് പറഞ്ഞിട്ട് കിട്ടും. നമുക്കൊരു കുഴപ്പമില്ല. 20 10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 30 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എനിക്ക് ഒരു സിനാരിയോ വരികയാണ്. ഈ ആഡ് നമ്പേഴ്സിലോട്ട് എനിക്ക് എന്ത് ചെയ്യണം, വേറൊരു ടൈപ്പ് ഓഫ് വാല്യൂസ് എനിക്ക് കൊടുക്കണം, അതായത് ഡബിൾ വാല്യൂസ് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും സെയിം ആയിട്ട് തന്നെ ഈ ആഡ് നമ്പേഴ്സിനെ വിളിച്ചു. അതിനുശേഷം ഞാൻ അതിലോട്ട് എന്ത് ചെയ്തു, 10,10.55,55. അപ്പോൾ ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എററൊന്നും വരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇവിടെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് കാസ്റ്റിംഗ് കൂടെ ഓൾറെഡി നടക്കും. അതായത് 10.55നെ 10 ആയിട്ടാണ് ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യുക. 55.26നെ നമ്മൾ 55.10 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് 65 എന്നുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്? അല്ല, നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മുടെ ഒരു ഡബിൾ വാല്യൂ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫ്ലോട്ട് വാല്യൂ ആണെങ്കിൽ ഫ്ലോട്ട് വാല്യൂവിൻ്റെ ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ വോയിഡ് ആഡ് നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഓവർലോഡ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ടുള്ള ഡബിൾ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓവർലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓവർലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിനെ തന്നെ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഇൻഡിന് പേര് നമ്മൾ എന്ത് എടുക്കും, ഡബിൾ എന്ന് കൊടുക്കും. ആൻഡ് ഇവിടെ നമ്മൾ ഡബിൾ എന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് ഏത് ഫംഗ്ഷൻ ആയിരിക്കും കോൾ ആവുക, ഈ ഡബിൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരിക്കും കോൾ ആവുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. അപ്പോൾ 65.81 എന്ന് പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ആയിരിക്കും കോൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മൾ തന്നെ മാനുവലി നമ്മൾ 2 ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തു അല്ലേ. അതായത് ഒന്ന് ഇൻറ്റിജറിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ഒന്ന് ഡബിളിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ എനിക്ക് വീണ്ടും ഒരു ആവശ്യം വന്നു. എനിക്ക് അവിടെ ആവശ്യം വന്നു വെച്ച് കഴിഞ്ഞാൽ 2 സ്ട്രിങ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ആഡ് നമ്പർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് കൊടുത്തത്. പക്ഷേ അത് മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നിരുന്നാലും എനിക്കൊരു സ്ട്രിങ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റി കൂടിയും കൊണ്ടുവരണം. അതായത് ആഡ് ചെയ്യാനുള്ള 2 സ്ട്രിങ്സ് ആഡ് ചെയ്യണം എന്ന രീതിയിൽ എനിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ എന്താ വെച്ചാൽ ഇത് കോൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എറർ കിട്ടും. കാരണം നമുക്കൊരു നമ്പർ ഇല്ല, ഇൻറ്റിജറോ അല്ലെങ്കിൽ നമ്മൾ ഡബിൾ മാത്രമേ നമ്മുടെ ഉള്ളൂ. സ്ട്രിങ് ആയിട്ട് നമുക്കൊരു അല്ലെങ്കിൽ ഒരു കോൺസ്റ്റ് കെയർ ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എറർ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഓവർലോഡ് ചെയ്യണം. സ്ട്രിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവം നമ്മൾ വീണ്ടും ഓവർലോഡ് ചെയ്യണം. std string എന്ന് പറഞ്ഞിട്ട് ഞാൻ പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ ഒന്നും കിട്ടില്ല. അപ്പോൾ അനൂപ് ട്യൂബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. അനൂപ് പ്ലസ് ട്യൂബ് അനൂപ് ട്യൂബായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ ഡാറ്റ ടൈപ്സ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാനുവലി ഈ ഫംഗ്ഷൻസിനെ എല്ലാം ഓവർലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇതൊരു ബേർഡനായിട്ട് വരില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയൊരു പ്രോജക്റ്റ് ചെയ്യുകയാണ്. ആ പ്രോജക്റ്റിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ കുറേ ക്ലാസ്സുകളും കുറേ ഡാറ്റ ടൈപ്സും കുറേ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ ഫങ്ഷനാലിറ്റീസ് എഴുതുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, കുറേ മാൻ പവർ യൂസ് ചെയ്യുന്ന കേസാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതിനെല്ലാം നമുക്ക് കമ്പൈൽ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കും. അങ്ങനെ നമ്മൾ ചിന്തിച്ചപ്പോൾ വന്നിട്ടുള്ളൊരു ടേമാണ് ജനറിക് പ്രോഗ്രാമിംഗ്. ജനറിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലൈസ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, ജനറലൈസ് ചെയ്യാൻ മീൻസ് ടൈപ്പിനെ ജനറലൈസ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് ടൈപ്പ് വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് മെത്തഡോളജിയാണ് ജനറിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അത് അല്ലാതെ വേറെ ഒരു സംഭവം നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമിങ്ങിനെ പറയുന്ന പേരാണ് ജനറിക് പ്രോഗ്രാമിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറിക് പ്രോഗ്രാമിംഗ്. എന്തുകൊണ്ടാണ് നമ്മൾ ജനറിക് പ്രോഗ്രാമിംഗ് കൊണ്ടുവരാനുള്ള ഒരു സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ജനറിക് പ്രോഗ്രാമിംഗ്. അപ്പോൾ ജനറിക് പ്രോഗ്രാമിംഗ് അച്ചീവ് ചെയ്യുന്നത് നമ്മുടെ C++ൽ ജനറിക് പ്രോഗ്രാമിംഗ് അച്ചീവ് ചെയ്യുന്നത് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ജനറിക് പ്രോഗ്രാമിംഗ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ഇപ്പോൾ ടെംപ്ലേറ്റ്സ് നമുക്ക് വേറെ കുറേ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഒരു സെപ്പറേറ്റ് ഒരു വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മൾ ഇവിടെ നോക്കുന്നത് ജനറിക് പ്രോഗ്രാമിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പൈലറിനോട് പറയുകയാണ്, ഞാനൊരു സെറ്റ് ഓഫ് ഒരു മോൾഡ് ഉണ്ടാക്കും. മോൾഡ് മീൻസ് ഞാൻ സെറ്റ് ഓഫ്
ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കും. ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് അതിലോട്ട് കൊടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ഉണ്ടായിക്കോളും. നമ്മളൊരു വെബ്സൈറ്റിൻ്റെ ടെംപ്ലേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് നമ്മുടെ ഡാറ്റ നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ അങ്ങനെയാണ് ഒട്ടുമിക്ക വെബ്സൈറ്റുകളും നമ്മൾ സിമ്പിൾ വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കാറല്ലേ, അല്ലാതെ ഒരിക്കലും നമ്മൾ സ്ക്രാച്ച് ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ അതേപോലെ തന്നെ അതേ മെക്കാനിസം തന്നെ ഇവിടെയും പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെംപ്ലേറ്റ്, അതായത് അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ എന്ത് ചെയ്യും, കമ്പൈലറിനോട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് കമ്പൈലർ തന്നെ ഓട്ടോമാറ്റിക്കായി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പിനനുസരിച്ചുള്ള ഫങ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ സംഭവം നമുക്ക് ഉണ്ടാക്കി തരും. ഓക്കെ, ഇതാണ് നമ്മൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ജനറൽ പ്രോഗ്രാമിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടെംപ്ലേറ്റ് പ്രോഗ്രാമിംഗ്. ഓക്കെ, ടെംപ്ലേറ്റ് പ്രോഗ്രാമിംഗ് നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ് പ്രോഗ്രാമിംഗ് പറയുന്നത് ഫംഗ്ഷൻ ടെംപ്ലേറ്റ്സ് ആണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് എന്ന് പറയുന്നത് ക്ലാസ് ടെംപ്ലേറ്റ്സ് ആണ്. ഫംഗ്ഷൻ ടെംപ്ലേറ്റ്സ് ആൻഡ് ക്ലാസ് ടെംപ്ലേറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് ഫംഗ്ഷൻ ടെംപ്ലേറ്റ്സ്, അതിൻ്റെ യൂസ് കേസസ് ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ടെംപ്ലേറ്റ്സ് എഴുതുമ്പോൾ നമ്മൾ ഇതിൻ്റെ സിൻടാക്സ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ സിൻടാക്സ് നമ്മൾ നോക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എഴുതുന്നത്, അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ടെംപ്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇതിൻ്റെ ഒരു ടെംപ്ലേറ്റിംഗ് മെക്കാനിസം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ നമുക്ക് ഇവിടെ ഒരു വോയിഡ് ആഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സംഭവത്തിന് നമുക്ക് ടെംപ്ലേറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ടെംപ്ലേറ്റൈസ് ചെയ്യാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കമ്പൈലറിനോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ കമ്പൈലറിനോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് കൊടുക്കണം. അപ്പോൾ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ലെസ് ദാൻ സിമ്പലും ഗ്രേറ്റർ ദാൻ സിമ്പലും ഇടുക. അതിനുശേഷം അതിനകത്ത് നമ്മൾ ഏത് ടൈപ്പാണോ നമ്മൾ പാസ് ചെയ്യുന്നത് ആ ടൈപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ടൈപ്പ് പറഞ്ഞാൽ ജനറൽ ടൈപ്പാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് ടൈപ്പ് നെയിം. ഓക്കെ, ടൈപ്പിൻ്റെ നെയിം. ഓക്കെ, ടൈപ്പ് നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കുന്ന ടൈപ്പ്. ഓക്കെ, അതിൻ്റെ നമ്മൾ ടി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. നമുക്ക് ടിയോ എക്സോ എന്ന് വേണം. അപ്പോൾ ഞാനിവിടെ എക്സ് ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യണം വിചാരിക്കാം. ഓക്കെ, എക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡാണ്. അപ്പോൾ നമുക്ക് വോയിഡ് ആയിട്ട് തന്നെ വെക്കാം. പക്ഷേ ഇവിടെ വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ, ഈ ഇൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തായിരിക്കും വരിക, ടൈപ്പ് എന്തായിരിക്കും വരിക, എക്സ് ആയിരിക്കും വരിക. ഇവിടെ ഇൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തായിരിക്കും വരിക, എക്സ് ആയിരിക്കും വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, n+n2 ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസ് ഓപ്പറേറ്റർ ഉള്ള കാര്യത്തിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഫംഗ്ഷനാലിറ്റി കോൾ ചെയ്യാൻ പറ്റും, അല്ലാച്ചാൽ എറർ വരും. ഓക്കെ, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു ടെംപ്ലേറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കേസിൽ നമുക്ക് എങ്ങനെയാണ് ഈ സെയിം കാര്യങ്ങളൊക്കെ ഒറ്റ ഇതിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് കമൻറ്റ് ചെയ്തതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു, ടെംപ്ലേറ്റ് എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു, ടൈപ്പ് നെയിം എക്സ് എഴുതി. ഓക്കെ, ഞാൻ ടൈപ്പ് നെയിം ടി എന്നാണ് സാധാരണ ഒരു ജനറൽ കേസുകൾ എഴുതുക, ഇന്ത്യ ആയി എന്ന് എഴുതുന്ന പോലെ. ഓക്കെ, അപ്പോൾ അതിന് പകരം വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ടൈപ്പ് നെയിം എക്സ് എഴുതി, അതിനുശേഷം വോയിഡ് എഴുതി. അതിനുശേഷം നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് അതാണ് ആഡ് നമ്പേഴ്സ്. ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലോട്ട് ഫസ്റ്റ് വരുന്ന ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, എക്സ് ടൈപ്പ് ആയിരിക്കും. അതിനുശേഷം അതിൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത് num1 ആയിരിക്കും. ഓക്കെ, കോമ അടുത്ത് വരുന്നതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, എക്സ് ആയിരിക്കും. അതിൻ്റെ num2 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് std. ഇങ്ങനെ നമ്മൾ ഒരു ടെംപ്ലേറ്റ് അതായത് ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു. അതായത് കമ്പൈലറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അപ്പോൾ എനിക്ക് വേണ്ടി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരണം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ രണ്ടെണ്ണം കമൻറ്റ് ഔട്ട് ചെയ്തതിനു ശേഷം നമ്മൾ വർക്ക് ചെയ്യാൻ നോക്കുകയാണ്. വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, sum30 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കാൻ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ജനറിക് ആയിട്ടൊരു ഫോർമാറ്റ് നമ്മൾ കമ്പൈലറിനോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണ് സംഭവിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ആഡ് നമ്പേഴ്സ് ഓഫ് 10,20 എന്ന് വിളിക്കുന്ന സമയത്ത് ആഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ ചെയ്തു. ഓക്കെ, ഇതിൽ 10,20 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഫോൾട്ട്, ഇതിൻ്റെ 10,20 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ടൈപ്പാണ് അല്ലേ. ഓക്കെ, 10ഉം 20 എന്ന് പറയുന്നതിൻ്റെ ടൈപ്പ് എന്താണ്, ഇൻറ്റിജർ ടൈപ്പാണെന്ന് ഓൾറെഡി കമ്പൈലറിന് അറിയാം. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ ടൈപ്പ് ഇൻറ്റിജർ ആണെന്ന രീതിയിൽ എഴുതും. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി കമ്പൈലർ എന്ത് ചെയ്യും, ഈ ഇൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷൻ കമ്പൈലർ തന്നെ എഴുതി തരും നമുക്ക് വേണ്ടിയിട്ട്. നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി കമ്പൈലർ തന്നെ എഴുതിക്കോളും. അത് കമ്പൈൽ ടൈമിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റിജറിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി കമ്പൈലർ എഴുതും, അതിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇതെല്ലാം കമ്പൈൽ ടൈമിൽ നടക്കുന്നതാണ്. കാരണം കമ്പൈൽ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ടൈപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ ആഡ് നമ്പർ ഓഫ് ഡബിൾ വിളിച്ചു വരിക. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് കോൾ ചെയ്തപ്പോൾ നമുക്ക് 65 എന്ന് പറഞ്ഞാൽ കിട്ടിയിരുന്നല്ലേ. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് എന്താ കിട്ടുക നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 65.81 കറക്റ്റായിട്ട് വന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഡബിളിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൂടി ഇത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഫംഗ്ഷൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ഇത് ഡബിൾ ആണ് ഇതിൻ്റെ ടൈപ്പ് നമുക്ക് ഓൾറെഡി ഇത് ഡിറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു,
ഡബിളിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ഓട്ടോമാറ്റിക് കമ്പൈലർ എഴുതി അതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സ്ട്രിങ്ങിനുള്ള സംഭവം കൂടി നമുക്ക് നോക്കാം. ഓക്കെ, സ്ട്രിങ്ങിനുള്ള നമുക്ക് ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ നമുക്ക് അടിച്ചു പോയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് അതുകൂടി അച്ചീവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, കോൺസ്റ്റ് കെയർ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞു കൊടുക്കണം STD സ്ട്രിങ് ആണെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. കാരണം കോൺസ്റ്റ് കെയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ STD സ്ട്രിങ് ആണെന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റ് കെയറിന് പ്ലസ് ഓപ്പറേറ്റർ ഇല്ല. ഓക്കെ, അതാണ് സംഭവം. ഓക്കെ, ./a.out. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കേ Anoop 2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സംഭവം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് 3 കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേറെ ഏത് ടൈപ്പ് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ആ ടൈപ്പിൽ എന്ത് ചെയ്യണം, പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. ഇനി ഞാനിവിടെ ഒരു മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ക്ലാസ് Anoop എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ ആഡ് നമ്പർ ഓഫ് 2 ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. Anoop A, B എന്ന് പറഞ്ഞിട്ട് 2 ഒബ്ജക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ A, B എന്ന് പറഞ്ഞിട്ട് ഞാൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈലേഷൻ ടൈമിൽ തന്നെ നമുക്ക് എറർ കിട്ടും. ഓക്കെ, ഇത് കണ്ടോ, അതായത് എറർ നോ മാച്ച് ഓപ്പറൻറ്റ് പ്ലസ് ഓപ്പറൻറ്റ് ടൈപ്സ് ആർ Anoop ആൻഡ് Anoop ടൈപ്പ്. അതായത് Anoop എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പറൻറ്റ് ടൈപ്സ് നമ്മൾ കൊടുക്കുകയാണ്. പക്ഷേ അതിന് പ്ലസ് ഓപ്പറേറ്റർ ഇല്ല. ഓക്കെ, ഒരു പ്ലസ് ഓപ്പറേറ്റർ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എങ്ങനെയാണ് ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫംഗ്ഷൻ ടെംപ്ലേറ്റ് നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഞാൻ കരുതുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷൻ ടെംപ്ലേറ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അതിൻ്റെ യൂസ് കേസുമാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്ലാസ് ടെംപ്ലേറ്റ്സും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്ലാസ് ടെംപ്ലേറ്റ്സ് ഡിഫൈൻ ചെയ്യും. ഓക്കെ.